മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കായി CMR ലെക്സാലോജി കരാറിലെ SFI റിപ്പോർട്ട് എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ. അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ അത് കുറച്ച് ഇപ്പോൾ CPM ഒക്കെ പ്രതിരോധിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ കേസ് കുറച്ച് മെറിറ്റുള്ള കേസാണ് എന്ന് തന്നെയാണോ കോടതിയും വിലയിരുത്തുന്നത്? ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വന്നാൽ, ഇന്നലെ ഈ കോടതി മുമ്പാകെ ഈ കുറ്റപത്രം വരികയും കുറ്റപത്രം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പകർപ്പ് ഇന്നലെ രാത്രിയോടെ 24-ന് കിട്ടി. ഈ കുറ്റപത്രം അംഗീകരിച്ചുകൊണ്ട് കോടതി പുറത്തിറക്കിയ ഉത്തരവാണ്. അതിൻ്റെ പകർപ്പ് 24-ന് കിട്ടുകയുണ്ടായി. ആ പകർപ്പിലാണ് ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. അതിൽ പറഞ്ഞത്, ഈ കുറ്റപത്രം അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഈ കുറ്റപത്രത്തിലുണ്ട് എന്ന് കോടതി തന്നെ പറയുന്നു. അത് മുഖ്യമന്ത്രിയുടെ മകളെയും മറ്റ് പ്രതികളെയും സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. SFI റിപ്പോർട്ട് കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ടെന്നാണ് ഉത്തരവിൽ കോടതി പറയുന്നത്. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും എന്നുകൂടി കോടതി പറയുന്നുണ്ട്. വഞ്ചന, തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കനത്ത പിഴയും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് 6 മാസം മുതൽ 10 വർഷം വരെ തടവും വേണമെങ്കിൽ ഈ പ്രതികൾക്ക് വിധിക്കാനുമാകും. വീണ വിജയൻ അടക്കമുള്ളവർ വൈകാതെ വിചാരണ നടപടികൾ നേരിടേണ്ടി വരും. അതായത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എത്തേണ്ടി വരും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വിവരം വരുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SFI കടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. SFI കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെ EDക്കും ശക്തമായ ഇടപെടലിന് വഴിയൊരുങ്ങുന്നു. ഒരു കാര്യം കൂടി പറയാം, ഇത്രയും ദിവസം മുഖ്യമന്ത്രിയും CPIM പറഞ്ഞത് ഇത് ഒരു കേന്ദ്ര ഏജൻസിയുടെ വേട്ടയാടൽ നടപടി എന്നതാണ്. പക്ഷേ ആ കുറ്റപത്രം കണ്ട് കോടതി പറയുന്നു ഇങ്ങനെ ഒരു നിരീക്ഷണം, ഇങ്ങനെ ഒരു പരാമർശം കൂടി വന്നു, സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ മൂർച്ച കൂടും.